ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹസമ്പന്നനായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഇതാ ഈ അൾത്താരയിൽ ജീവിക്കുന്നവനായി സൈന്യങ്ങളുടെ ദൈവമായി ഇതാ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നു. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുമ്പോൾ പൂർണ്ണശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. സർവശക്തനും സർവാധിപനും സ്നേഹസമ്പന്നനുമായ ദൈവം ഇതായി ചെറിയ കുഞ്ഞോസ്തി നമ്മളെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ആനയിക്കുവാനുമായി നമ്മുടെ കൂടെയായിരിക്കുന്നു. കർത്താവേ, മനുഷ്യവംശത്തോട് നിനക്കുള്ള സ്നേഹം അതെത്രമാത്രമുണ്ടെന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും. കർത്താവേ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച്, നിൻ്റെ പാദാന്തികത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് നിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയുന്നു നിൻ്റെ കരുണ ഞങ്ങളെ നിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുക. ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളുമൊക്കെ നോക്കിയല്ല, മറിച്ച് നിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കടാക്ഷമാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവ് നിൻ്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവ് നിന്നിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ലോകമെമ്പാടുമുള്ള സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കാരുണ്യം സകല സൃഷ്ടികളുടെ മേൽ, സകല ജീവജാലങ്ങളുടെ മേൽ, ദൈവം സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ച എല്ലാ മനുഷ്യരുടെയും മേൽ നിറയുവാനായിട്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 22 മുതലുള്ള തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ എഫെസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി സഭയിലെ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളുടെ വഞ്ചനയും തിന്മയും ഒക്കെ നിറഞ്ഞ പഴയ ജീവിത മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഇത്. ക്രിസ്തുവിനെ ധരിക്കുവാനും ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ മൂല്യങ്ങളും ചിന്തകളും ക്രിസ്തുവിൻ്റെ മനോഭാവവുമൊക്കെ നമ്മളിൽ നിറയുവാനായിട്ട് പരിശ്രമിക്കുക. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയുടെ കൂടെ നടന്നവരെല്ലാവരും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. തൻ്റെ കൂടെ ആയിരുന്നവരെ എപ്പോഴും പരിഗണിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ക്രിസ്തുവിൻ്റേത്. തൻ്റെ പക്കലേക്ക് ഓരോ ആവശ്യത്തിനായി, സൗഖ്യത്തിനായിട്ട്
കരുതലിനായി, സ്നേഹത്തിനായി ഓടി അണയുന്നവരെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുവാനായിട്ട് ക്രിസ്തുവിന് സാധിച്ചു. വീണ്ടും നമ്മൾ കാണുന്നത് അത്രമാത്രം വേദനിപ്പിച്ചാൽ പോലും കാൽവരിയുടെ വിരിമാറിൽ 2 കള്ളന്മാരുടെ നടുക്ക് ഈശോ തൻ്റെ അവസാന ശ്വാസവും മനുഷ്യജീവിതത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവിടെയും ഈശോ പൂർണ്ണമായും ക്ഷമിക്കുകയും കരുതലോടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായം അതിൻ്റെ 40 മുതലുള്ള തിരുവചനങ്ങളിൽ പ്രകാരം പറയുന്നുണ്ട്. 2 കള്ളന്മാർ ഈശോയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടവർ. അവർ കുറ്റവാളിയെ അവൻ ആദ്യം ഈശോയെ ദുഷിച്ച് പറയുകയാണ്, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവൻ്റെ മനോഭാവം അതാണ്. നിനക്ക് ഇത്രമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവനല്ലേ, പറ്റുമെങ്കിൽ നീ കുരിശിൽ നിന്ന് ഇറങ്ങുക, ഞങ്ങളെയും രക്ഷിക്കുക, നിന്നെയും രക്ഷിക്കുക. ഈ ഒരു വലിയ ദൗത്യം നീ ഏറ്റെടുക്കുക. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടക്കുമ്പോഴും രക്ഷാകര പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോകുവാൻ തയ്യാറാകാത്തവരാണ് ക്രിസ്തു. അവിടെ പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനെ അതിജീവിച്ച ക്രിസ്തു. അതേസമയത്ത് കള്ളനായി ഈശോയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ തൻ്റെ കൂടെയുള്ള ക്രിസ്തുവിൻ്റെ ദൈവിക സാന്നിധ്യം മനസ്സിലാക്കാതെയാണ് അവരോട് സംസാരിക്കുക. അതേസമയത്ത് നല്ല കള്ളൻ അപരൻ അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയല്ലേ? നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ നല്ല കള്ളൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൻ്റെ കൂടെയുള്ളത്, തൻ്റെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നത് ഈശോ എന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണെന്നുള്ള വലിയ ബോധ്യം അവൻ്റെ ജീവിതത്തിലുണ്ടായി. എനിക്ക് ദൈവത്തെ പോലും ഭയമില്ലേ എന്നാണ് അവൻ ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലുള്ള ദൈവിക ചൈതന്യം തിരിച്ചറിയുവാനും കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയോട് പറയുകയാണ്, യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. അവൻ്റെ ഏറ്റവും എളിമയോടെ വളരെ ലളിതമായ മാപ്പ് പറച്ചിലും കർത്താവേ, നീ അവനോട് കരുണ കാണിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് പറുദീസായിൽ അവൻ്റെ സ്ഥാനം ഉറപ്പാക്കി എന്നുള്ളത്. കർത്താവേ, നീ കരുണ കാണിച്ചത് കൊണ്ടാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിരവധിയായ കവർച്ചയും കൊള്ളയും ഒക്കെ നടത്തി ജീവിതത്തെ വളരെ ദുഷ്കരമാക്കിയൊരു വ്യക്തിയാണ്. പക്ഷേ കർത്താവ് നിൻ്റെ സാന്നിധ്യം അറിയുവാനും നിന്നിലേക്ക് അലിഞ്ഞു ചേരുവാനും അവന് താല്പര്യം കാണിച്ചപ്പോൾ കർത്താവ്, നീ അവനിലേക്ക് നിൻ്റെ കരുണ ചൊരിഞ്ഞു. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവേ, ഈ ഒരു തിരിച്ചറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. നിന്നെ സ്നേഹിക്കുവാനും നിന്നെ മനസ്സിലാക്കുവാനും നിൻ്റെ ദൈവിക ചൈതന്യം ഞങ്ങളുടെ കൂടെയുള്ളവരിൽ ദർശിക്കുവാനുമായിട്ടുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, നീ കരുണ കാണിച്ചതുപോലെ, കർത്താവെ നീ സ്നേഹിച്ചതുപോലെ, കർത്താവെ നീ ചേർത്ത് പിടിച്ചതുപോലെ, നീ മനസ്സിലാക്കിയതുപോലെ ജീവിക്കുവാൻ കർത്താവെ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിഹാസിതരായിട്ടുള്ളവർ സുഭാഷിതങ്ങളിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ഭോഷരെ, നിങ്ങൾ എത്ര നാൾ ഭോഷരായി കഴിയും? എത്ര നാൾ പരിഹാസകർ പരിഹാസത്തിൽ ആനന്ദിക്കുകയും മൂഢർ അറിവിനെ നിന്ദിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പ്രകാരം ഒരു ജീവിതത്തിലേക്കല്ല ദൈവം നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത് വീണ്ടും ഒരു പുതിയ മനുഷ്യനായി മാറുക, ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളും മനോഭാവവും നമ്മുടെ ഉള്ളിൽ നിറച്ച് മറ്റൊരു ക്രിസ്തുവായി മാറുവാനായിട്ട് ക്ഷമിക്കാൻ സാധിക്കണം, സ്നേഹിക്കാൻ സാധിക്കണം, പൊറുക്കാൻ സാധിക്കണം, മറ്റുള്ളവരുടെ വേദനകളിൽ അവരോടൊത്ത് സങ്കടപ്പെടുന്ന, മറ്റുള്ളവരുടെ വേദനയിൽ അവർക്ക് താങ്ങായി തണലായി കൂടെ നിൽക്കുന്ന ദൈവിക സാന്നിധ്യമായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാൻ കർത്താവ് നമ്മളിതാ ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിൻ്റെ കരുണയുടെ പ്രതിരൂപങ്ങളാക്കി മാറ്റണമേ. ദിവ്യകാരണനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ യാചിച്ചിട്ടുള്ളവരെയും പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നവരെയും കർത്താവിൻ്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സകലരെയും ഈ നിമിഷം ഈ അൾത്താരയിൽ ദിവ്യകാരണനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും. ദൈവത്തിൻ്റെ കാരുണ്യം ധാരാളമായി ഒഴുകുന്ന സമയമാണ് 3 മണി സമയം. ആ ഒരു വലിയ ബുദ്ധിത്തോടെ കർത്താവിൻ്റെ കരുണയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കും. ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ, അവരുടെ ജീവിതത്തിൽ കർത്താവേ നിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിൻ്റെ കാരുണ്യം ശക്തമായി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണക്കടലിൽ അവരുടെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ വലിയ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ കർത്താവേ നിൻ്റെ വലിയ കാരുണ്യത്താൽ നീ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ ദിവ്യകാരുണ്യത്തിൽ കാരുണ്യശക്തിയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,